ഗായ്സ് വെൽക്കം ബാക്ക് ഗായ്സ് ഊട്ടി വ്ലോഗ് പാർട്ട് 3 ഗായ്സ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങായിരുന്നു. അന്ന് നടക്കുന്ന വെറുതെ ചുറ്റിക്കിറങ്ങി നടന്നിട്ടൊക്കെ ആയിരുന്നു നമ്മൾ നേരെ റൂമിൽ വന്ന് കിടന്നുറങ്ങിയത്. അങ്ങനെ കിടന്നുറങ്ങിയെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ സിനിമ കണ്ടുറങ്ങിയായിരുന്നു. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് അവിടെ ഇരുന്ന് സിനിമ ആയിരുന്നു. 3-4 സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ 2 സിനിമ കണ്ടിങ്ങനെ ഉടനെ നമ്മൾ ചെന്നൈമാർ പോയി കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചക്കയും കൂടി അവിടെ ഇരുന്ന് സിനിമ കണ്ടു ഗൈസ്. അപ്പോൾ എനിക്ക് ഓർക്കൊക്കെ ഞാൻ ഉറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങി. പക്ഷേ ഞാൻ ആ ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറന്ന് നോക്കുമൊക്കെ എൻ്റെ ചെക്കൻ അവിടെ ഇരുന്ന് സിനിമ ആയിരുന്നു. ഞാൻ അവനോട് പറഞ്ഞ് വേഗം കിടന്നുറങ്ങാനൊക്കെ പറ്റണതിന് എനിക്ക് രാവിലെ സുബിക്കണീച്ച് എന്നെ വിളിക്കും ചെയ്തു ഗൈസ്. എന്നോട് പറയാം ബാ പുറത്തൊക്കെ പോകേണ്ടി എന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നീ ഉറങ്ങിയിട്ടില്ല ശരിക്കും. അപ്പോൾ അവനെ ഉറങ്ങിയാണ്, ചുമ്മാ ഉറങ്ങി, ഞാൻ ആർക്കറിയാം. അവിടെ ഇരുന്ന് സിനിമ കാണുന്നുണ്ടായിരുന്നു. 3-4 സിനിമ കണ്ടിരുന്നു. അങ്ങനെ രാവിലെ എണീച്ച് ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞ് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഒരു ലേക്ക് ഉണ്ട് അവിടെ ഊട്ടിയിൽ. അപ്പോൾ അവിടെ ലേക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പോകുന്നത്. അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു. ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ നിന്നാണ് ഗൈസ് ചായ കുടിക്കാൻ വന്നത്. എല്ലാവരും കോഫിയായിരുന്നു ഓർഡർ ചെയ്തത്. ഞാൻ ഓൾറെഡി ചായ കുടിക്കില്ല, അതുകൊണ്ട് കോഫിയാണ് ഓർഡർ ചെയ്തത്. അതുപോലെ തന്നെ എല്ലാവരും കോഫിയായിരുന്നു ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ വടപ്പാവാണ് ഗൈസ് ഓർഡർ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വടപ്പാവ്. നമ്മൾ കണ്ണൂരത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവിടെ പോയി കഴിച്ച് നോക്കുമ്പോൾ അത് അതിന് രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു 5-6 വാങ്ങിച്ച് കഴിയുമ്പോൾ പിടിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നി. കാരണം എനിക്ക് തിന്നുകൊണ്ട് ജീവിക്കാമല്ലോ തിന്നിട്ട്. കാരണം അടുത്ത ഫുഡൊന്നും എനിക്ക് വലിയ ഇഷ്ടമായിട്ടുണ്ടായിട്ടില്ല, മസാല ഒന്നും. അതുകൊണ്ട് വടപ്പാവ് അങ്ങനത്തെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു 5-6 വാങ്ങിച്ച് കഴിയുമ്പോൾ പിടിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മൾ ലേക്കാണ് നേരെ പോകണം ഗൈസ്. അതാണ് ആ കാണുകയാണ് ലേക്ക്. അവിടെ ഒരു വലിയ ക്യൂ നിന്നിട്ടാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. കാരണം ഒരുപാട് ആളുണ്ടായിരുന്നു. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ കുറേ ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് കയാക്കിനുണ്ട്, അതുപോലെ തന്നെ ബോട്ട് റൈഡിങ് ഉണ്ട്, അതുപോലെ തന്നെ അങ്ങനത്തെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കയാക്കിനാണ് ചൂസ് ചെയ്തത് ഗൈസ്. എനിക്ക് കയാക്കിങ് ചെയ്യണം ഭയങ്കര ആഗ്രഹമായിരുന്നു. തായ്ലൻഡിൽ പോയി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ കുഴപ്പമില്ല, ഇൻഷാല്ലാ ഇനി സമയമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ കയാക്കിനാണ് ഗൈസ് ചെയ്യാൻ വന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും കൂടിയിട്ട് അവിടെ ഇരുന്ന് കുറേ വർത്താനൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞ ചിരിക്കൊക്കെ ആയിരുന്നു ഗൈസ്. നമ്മൾ എന്താ പറയുക, അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കയാക്കിങ് ചെയ്യാൻ. നല്ലൊരു തണുപ്പും നല്ലൊരു കാറ്റും അതുപോലെ തന്നെ അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വെള്ളം കുറച്ച് എന്തോ മോശമായിരുന്നു. കാരണം ഒരു അലമ്പ് വെള്ളമായിരുന്നു. പച്ചക്കളർ ഇങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ എന്നാലും കുറേ കച്ചറ ഉണ്ടായിരുന്നു വെള്ളത്തിൽ. അതുകൊണ്ട് ഞാൻ കൈയിടാനേ നിന്നിട്ടില്ല വെള്ളത്തിലേക്ക്, വെറുതെ എന്തിനാ വിചാരിച്ചു. അങ്ങനെ നമ്മൾ അങ്ങനെ ദൂരെ വരെ പോയി നോക്കി. ഞാൻ അങ്ങ് അറ്റം വരെ പോയിട്ട് തിരിച്ചായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ തന്നെ കുറേ എന്തൊക്കെയോ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അടുത്ത സമയം കാർ ഡ്രൈവിങ്ങിനാണ് ഗൈസ് പോകാൻ വന്നത്. പിന്നെ കാർ ഡ്രൈവ് ചെയ്യില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവ് ചെയ്യാൻ. ഇപ്പോൾ ഗെയിം കളിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഇങ്ങനത്തെ പരിപാടിക്കത്തെല്ലാം എനിക്ക് എന്താ പറയുക ഡ്രൈവ് ചെയ്യാൻ നല്ലോണം അറിയാം. പക്ഷേ റിയലിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ഡ്രൈവിംഗ് ഒട്ടും അറിയില്ല ഗൈസ്. എനിക്ക് പേടിയാണ്, ഞാൻ ഓടിക്കുകയും ചെയ്യില്ല. എനിക്ക് മുന്നിൽ വണ്ടി വരുന്ന കാണുമ്പോൾ തന്നെ ബേജാറാവുണ്ട്. ഞാൻ ഡ്രൈവ് ചെയ്യാനേ പഠിക്കാനേ പോയിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യമായിട്ടും ബൈക്ക് ഓടിക്കാൻ നോക്കിയിട്ട് തന്നെ എനിക്ക് ബേജാറായിരുന്നു. അതുപോലെ തന്നെ വെള്ളത്തിൽ കുറേ താറാവുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ മുങ്ങി പൊന്തി വരുന്നുണ്ടായിരുന്നു കുറേ താറാവ്. അതിന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ ഡ്രൈവിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തതായി പോയത് ഇതായി ഗൈസ് ഒരു കുന്നിൻ്റെ മേലിലേക്കാണ്. ഒരു വലിയ കുന്ന്. അതിൻ്റെ മേലാണെങ്കിൽ അടുക്കത്ത് നല്ല തണുപ്പ്, അതുപോലെ തന്നെ നല്ല കാറ്റുമാണ്. ഇല്ലാത്ത രോമം വരെ എണീച്ചിക്കും ഗൈസ്. അത്രക്കും തണുപ്പുള്ള കാറ്റുള്ള ഒരു വലിയ മല, അതിന് മുകളിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിന്. അവിടെ പോയിട്ട് ഞങ്ങൾക്ക് കുറേ വീഡിയോസും ഒന്നും എടുക്കാൻ തന്നിട്ടില്ല, ആകെ ഒന്നായിട്ട് എടുത്തിട്ടുള്ളൂ. അങ്ങനെ നേരെ എടുത്ത് പിന്നെ നേരെ നമ്മൾ അടുത്തതായി വയനാടേക്കാണ് ഗൈസ് പോകാൻ വന്നത്. വയനാട് ജസ്റ്റ് ഒന്ന് പോയിട്ട് നേരെ നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നല്ല ഒരു അടിപൊളി തേയിലത്തോട്ടം കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്തായിരുന്നു ഗൈസ്. നല്ല രസമില്ലേ കാണാൻ. ഇത് എനിക്കിഷ്ടമായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ വയനാടേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. വയനാട് പോയി ഞങ്ങൾ പോത്തുങ്കാല് തിന്നാന്നിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പോത്തുങ്കാല് ഓർഡർ ചെയ്താലേ കിട്ടുള്ളൂ. അതുകൊണ്ട് അവിടെ പോയപ്പോൾ കിട്ടിയിട്ടില്ല, കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു. ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്ത് വരണമായിരുന്നു, എന്നാൽ കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ നമ്മൾ നേരെ എനിക്ക് പിന്നെ ബർഗർ കഴിക്കാൻ പോയി. നേരെ ബർഗർ കഴിക്കായിരുന്നു. ഇതൊക്കെ ഇഷ്ടംപോലെ ചെമ്മരിയാട് നമ്മൾ വരുന്ന ഊട്ടിയിൽ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ നിർത്താത്തതുകൊണ്ട് പിന്നെ കിട്ടിയിട്ടില്ല, അല്ല വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, ജസ്റ്റ് കിട്ടിയിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഞങ്ങളൊരു മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പിന്നെ ഈ വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു. അങ്ങനെ വയനാട് പോയി നല്ലൊരു ബർഗറും കഴിച്ച് പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിരുന്നു. അതുപോലെ തന്നെ നല്ല അടിപൊളി ഷേക്കും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഈ യോഗട്ട് എന്തൊരു കുഞ്ഞ് ഷേക്ക്, എത്ര 20 രൂപ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുന്നിൻ്റെ മുകളിൽ പോയ ഫോട്ടോസാണിത്. അവിടെ ഞാൻ വീഡിയോ നിർത്തിയിട്ടില്ല, പക്ഷേ ഫോട്ടോസാണ് കൂടുതലും എടുത്തത്. അതൊക്കെ ഇതിൽ ആഡാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസും നമ്മൾ പോയതിലായിട്ട് ഇതിൽ ആഡാക്കിയിട്ടുണ്ട്, എല്ലാ വീഡിയോസിലും അവസാനം കൊടുക്കുന്ന പോലെ. അപ്പോൾ ഗൈസ് അടുത്തൊരു നല്ലൊരു വീഡിയോ വരുന്നവരെ ബൈ ഗൈസ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ.